സനദിൽ സംശയമുള്ളതുകൊണ്ട് ആ വെള്ളം ആർക്കും കൊടുക്കലില്ല. അപ്പൊ ഇയാള് കൊടുത്തത് പിന്നെ ഏതാ? രണ്ടും ഈ കേസുന്യ. വെല്ലൂര് ബാക്കിയാത്തിന് മുടിയുണ്ട്, പക്ഷെ ആ മുടി മുക്കിയ വെള്ളം ആർക്കും കൊടുക്കലില്ല, കാരണം സനദിൽ സംശയമുണ്ട്. ഇയാള് പറഞ്ഞതോ വെല്ലൂരിൽ വരുന്ന വെള്ളാണ്, സനദിലുള്ള വെള്ളാണ്, വെറുതെ എന്തെങ്കിലും പറയല്ല. അപ്പൊ അന്ന് മൂപ്പർക്ക് ആ കാശിന് ആവശ്യമുണ്ട്, അതിനു വേണ്ടി തൽക്കാലം ഒപ്പിച്ചു. ഇവര് സനത് ചോദിച്ചപ്പോ ഈ ഫൈസിമാർക്കറിയാ സക്കാഫിമാർ അതിന്റെ സനതും ചോദിക്കുന്നു, അതുകൊണ്ട് അഡ്വാൻസ് ആയി പറഞ്ഞു അതിന്റെ സനതില്ല നമ്മൾ ചോദിക്കൂതല്ലോ. അപ്പോഴേക്ക് പണ്ട് വിറ്റ വെള്ളാണ് പ്രശസ്തരായത്. ഏതായിരുന്നാലും ഈ മുടിയുടെ മറവിലാണ് ഈ തട്ടിപ്പൊക്കെ നടക്കുന്നത്. മുടി മാത്രല്ല, അങ്ങനെ പോയി 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 എവിടെല്ലാം എത്തുന്നു ഇൻഷാ അല്ലാഹ് നമുക്ക് കാണിക്കാൻ സമയമുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെ പല പേരിൽ സമുദായത്തെ ചൂഷണം ചെയ്യുന്നു. അങ്ങനെ മുടി കത്തുന്നും കത്തൂലാന്നും, മുടി ആടുന്നും ചാടുന്നും ഓടുന്നും എന്തെല്ലാം പറഞ്ഞു അറിയോ? എന്തെല്ലാം പറഞ്ഞു. മുടി നീളുന്നുണ്ട്, മുടി പ്രസവിക്കുന്നുണ്ട്, മുടി ഇളകുന്നുണ്ട്, മുടി ആടുന്നുണ്ട്, എന്തെല്ലാം. അതിനൊക്കെ കിതാബും വായിച്ചു. ഒന്ന് രണ്ടര ഞാൻ കേൾപ്പിക്കാം, ഇതിൽ അവസാനിപ്പിക്കാം, ശേഷം നമുക്ക് ചോദ്യോത്തരം ആരംഭിക്കാം. ബാക്കി നമുക്ക് ആ സമയത്ത് പറയാം. പകര ഹസനി എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശൈഖന്മാർക്ക് വേണ്ടി മുരീദന്മാർ സ്വപ്നം കാണുന്നു, ആയിപ്പെട്ട ഒരാളാ ഈ പകര മുഹമ്മദ് ഹസനി. അയാള് പറഞ്ഞു മുടി അങ്ങനെ നീളുന്ന, എത്ര നീള, അതിന്റെ സെന്റിമീറ്ററിന്റെ കണക്കടക്കം മൂപ്പര് പറയുന്നുണ്ട്. കേട്ടോ നിങ്ങൾ, മുടി നീളുന്ന് പകര ഹസനി പറഞ്ഞ ആ ക്ലിപ്പ് പറയുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ഷഅർ മുബാറക് ചിലപ്പോൾ 1.7, 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഅർ മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. 1.7 മുതൽ 2.8 വരെ സെന്റിമീറ്റർ ഓരോ കൊല്ലം നീളുകയാണ്. നീണ്ടുകൊണ്ടിരിക്കുന്നു. നീളുക മാത്രമല്ല, ദിക്ർ ചൊല്ലിയാൽ അതിങ്ങനെ ആടുന്ന. ഏത് ദിക്ർ? നേരത്തെ പറഞ്ഞ ദിക്റില്ലേ, ലം യഅതി ബിഹാ കിതാബുൻ മുനസ്സൽ വലാ നബിയ്യുൻ മുർസൽ എന്ന ഒരു നബിക്കും പരിചയമില്ലാത്ത ദിക്ർ, ഒരു കിതാബിലും ഇല്ലാത്ത ദിക്ർ. ആ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊടുത്താല് മുടി ഇങ്ങനെ ആടാണ്. പറഞ്ഞോട്ടെ, അതും കൂടെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൗലിദ് ഓതാൻ തുടങ്ങിയാൽ, റസൂലുള്ളാഹിന്റെ മദീഹ് ചൊല്ലാൻ തുടങ്ങിയാൽ കൂടി നിൽക്കുന്ന ഈ ഷഅർ മുബാറക് അത് പിരിഞ്ഞിളകുന്നതാണ്. അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടുമിരിക്കും, ജീവനുള്ള പോലെ. മൗലിദ് തുടങ്ങിയാൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നു, ഇത് കാണിച്ചു തരാമെന്ന് പറയുന്നു. സഹോദരന്മാരെ, എന്റെ വീട്ടിലുള്ള ഷഅർ മുബാറക് ഫാൻ കൊണ്ടല്ല തിരിയുന്നത്. അതങ്ങ് മൗലിദ് ഓതാൻ തുടങ്ങിയാൽ അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ടിരിക്കും. കൂടി നിൽക്കുന്ന മുടികൾ അടർന്നു നിൽക്കുന്നതാണ് മൗലിദും സ്വലാത്തും ചൊല്ലിയാൽ. എത്ര അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആ ഷഅർ മുബാറക് പുറത്തേക്ക് എടുത്താൽ അത് കാർമേഘം വന്നതിന് തണലിട്ട് കൊടുക്കും. അദ്ദേഹം പറയുന്നു, എത്ര സംഭവങ്ങൾ. ആരോട് ഇതൊക്കെ പറയാൻ? അപ്പൊ മൗലിദ് ഓതാൻ തുടങ്ങിയാല്, സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയാല് ആ മുടി ഇങ്ങനെ ചാഞ്ഞും ചഞ്ഞു നിൽക്കുന്ന. അതല്ലെങ്കിലും മുടി അങ്ങനെ തന്നെയാണ്. ഒരു മുടി കയ്യെ പിടിച്ച് നോക്കിയാൽ ഒരു മൗലിദ് ഓതണ്ട, മുടി ഇളകും. മുടി കയ്യെ പിടിച്ചെന്ന ഇളകൂലേ? എന്നിട്ട് പറയാ സ്വലാത്ത് ചൊല്ലാ, മുടി ഇങ്ങനെ ഇളകാണ്. ഇതാണ് തട്ടിപ്പ്. അങ്ങനെ നീളുന്ന മുടി, അതേപോലെ ചലിക്കുന്ന മുടി, ഇളകുന്ന മുടി എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കറാമത്തും മഹത്വം കൊണ്ടുവന്നു. കാരണം എന്താ, ഈ കച്ചവടം ഇവിടെ പൊടി പിടിക്കുന്നതല്ലേ, അതിന്റെ ഒരു വിഹിതം പറ്റാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി ഉള്ള കെട്ടുകഥ മുഴുവനും പറഞ്ഞുണ്ടാക്കി. ഉസ്താദിനെ പറ്റി കുറെ കഥ ആദ്യം പറഞ്ഞു, പിന്നെ ആ ഉസ്താദ് കൊണ്ടുവന്ന മുടിയെ പറ്റി പറഞ്ഞു. അങ്ങനെ ഇപ്പം മുടി കത്താൻ തുടങ്ങിയപ്പോഴോ ആരുമില്ല. അന്ന് പറഞ്ഞ മുടി കത്തൂലാനാ, മുടി കത്തൂലാൻ. ഇപ്പൊ മുടി മാത്രല്ല, മുടി തൊട്ടോനൊക്കെ കത്തുക. ആരൊക്കെ തൊട്ടോ ഓനൊക്കെ തീ പിടിക്കുക. അപ്പോ അന്ന് ഈ ചങ്ങായി പറഞ്ഞ മുടി കത്തൂല, കേട്ടോടി, അയാൾ മുടി കത്തൂല എന്ന് പറഞ്ഞ രംഗം കൂടി ഇപ്പൊ ഇവിടെ എത്തി നോക്കാരോ. അത് 3 നാളുമാകും. അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടി എടുത്തിട്ട് ഞാൻ
വെച്ച് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്. അപ്പൊ മുടി കത്തിച്ചു നോക്കി കത്തുന്നില്ല. അപ്പൊ ഈ കേസും നമ്മൾ കത്തിച്ചു നോക്കല്ലേ? അപ്പോൾ അത് അദബുകേടാണ്, അത് അദബുകേടാണ്. അല്ല, അന്ന് പേരോട് ചോദിച്ചത്, ഒരാള് പറയാ മദീനത്തുള്ള ഖബറ് റസൂലുള്ളാഹിന്റെ ഖബറല്ല എന്ന് പറഞ്ഞ അന്ന് നമ്മൾ മാന്തി നോക്കാൻ ആരെങ്കിലും പറയുമോന്നാ? അതാണ് ന്യായം പറഞ്ഞത്. എന്ന പോലെ അത് അദബുകേടാ, വേണ്ടോം വിശ്വസിച്ചാ മതി, അല്ലാത്തവൻ വിശ്വസിക്കണ്ടെന്ന ആ വാക്ക് പറഞ്ഞതുകൊണ്ട് കാന്തപുരം ഏതായാലും വിശ്വസിച്ചില്ല. ഒപ്പുള്ള മൂലയന്മാര് മിക്കവാറും വിശ്വസിച്ചില്ല. ചില സാധുക്കള് സാധാരണക്കാരെ വിശ്വസിച്ചു, പണം കൊടുത്തു. അവസാനം പണം കൊണ്ട് മൂപ്പര് പോയി. ഇപ്പൊ മുടിയും കാണാനില്ല, നോളജ് സിറ്റിയില്ല, ഒന്നുമില്ല. ഇതല്ലേ സംഭവിച്ചത്? അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചൂഷണം എന്തുകൊണ്ട് വന്നു? ദിക്റും ദുആയും സലാത്തുമെല്ലാം കച്ചവടമാക്കിയ ടീം, ആത്മീയത മൊത്തം കച്ചവടമാക്കിയവർ, അതിന് ഒരു പുതിയൊരു ഒരു നയം എന്ന നിലയ്ക്ക്, പുതിയ അടവെന്ന നിലയ്ക്കാണ് ഈ മുടിയുമായി വന്നത്. ഹമീദ് ഫൈസി അമ്പലക്കടവ് പണ്ടേ പറഞ്ഞു, ഇയാള് എല്ലാം കച്ചവടമാക്കിയ ആളാ, ഇയാള് എല്ലാം കച്ചവടം ചെയ്ത ആളാ എന്ന് ഹമീദ് ഫൈസി പറഞ്ഞു. മൂപ്പർക്കറിയാലോ, മൂപ്പര് മറ്റൊരു കച്ചവടക്കാരനാണല്ലോ, അതുകൊണ്ട് ബിസിനസ്സുകാർ തമ്മിൽ അറിയാം ഓന്റെ കച്ചവടം എത്ര ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഹമീദ് ഫൈസി അമ്പലക്കടവ് പണ്ടേ പറഞ്ഞു, ഇയാള് കംപ്ലീറ്റ് കച്ചവടം, എന്തൊക്കെ മുതൽ എല്ലാം കച്ചവടമാക്കിയതാ. കേട്ടോളി, അതും കൂടി നമ്മൾ അവസാനിപ്പിക്കാം. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ വർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ. അദ്ദേഹം അതെ, അപ്പൊ എല്ലാം വിറ്റുകാശാക്കി, ദിക്റ് വിറ്റുകാശാക്കി, സ്വലാത്ത് വിറ്റുകാശാക്കി, യതീമക്കളെ വിറ്റുകാശാക്കി, അള്ളാന്റെ പള്ളി വരെ വിറ്റുകാശാക്കി, സ്വന്തം മുടിയും വിറ്റുകാശാക്കി. ഇനി സ്വന്തം ബോഡിയോ അതും മുക്കാൻ നിൽക്കുക കുറച്ച് കഴിഞ്ഞാല്, ജീവൻ പോയാൽ സ്വന്തം ബോഡിയും വിറ്റുകാശാക്കാൻ ഏർപ്പാട് അതും അയാൾ പണ്ടേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാത്തരം തട്ടിപ്പുകളും എല്ലാത്തരം വെട്ടിപ്പുകളും നേരത്തെ ഞാൻ പറഞ്ഞ തഫ്സീർ ബഹർ മുഹീത്തിന് പരാമർശിച്ച ആ ലക്ഷണമെല്ലാം ഒത്ത ഒരാള് ഇന്നതാ കാന്തപുരം മുസ്ലിയാരെ കൈ നീട്ടി കൊടുക്കുന്നു ചുംബിക്കാന്. അതേപോലെ ജനങ്ങളുടെ പക്കൽ മാന്യമായ വേഷമായി അറിയപ്പെടുന്ന വേഷം സ്വീകരിക്കുന്നു, അധ്വാനിക്കാൻ പോകുന്നില്ല, പുതിയ ദിക്റുണ്ടാക്കി കൊടുക്കുന്നു, പുതിയ ദുആ ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാം മൊത്ത ഒരു സാക്ഷാൽ തട്ടിപ്പ് വീരൻ. ആളുകള് ആ വേഷം പോലും കണ്ടിട്ട ഇയാൾ കുറച്ചു കാലം കിതാബോധി പഠിച്ച ആളല്ലേ, അതുകൊണ്ട് ഉസ്താദ് പുള്ളറിയാണ് മനുഷ്യന്മാര് വിചാരിച്ചിരുന്നത്. പോലെ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ, പഠിപ്പിച്ചത് അങ്ങനെയാ. പക്ഷെ അത് അവിടെ പൊളിയുകയാണ്, ആളുകൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകാരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ശരിയായ ദീനിലേക്ക്, ശരിയായ തൗഹീദിലേക്ക്, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നത് മാത്രമേ നമുക്ക് പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ചൂഷണം ചെയ്യപ്പെടും, ഇനിയും ചൂഷണം ചെയ്യപ്പെടും. പ്രമാണങ്ങൾ പഠിക്കാത്ത കാലത്തോളം മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് പേരിൽ സുന്നി മുജാഹിദ് ജമാഅത്തും എന്തായാലും ശരി, പ്രമാണം പഠിച്ചില്ലേ ചൂഷണം ചെയ്യപ്പെടും, സംശയമൊന്നുമില്ല. അല്ല മുജാഹിദായതുകൊണ്ട് ഒക്കെ ഉഷാറായിന്നോ, സുന്നിയൊക്കെ മോശമായി ഒന്നും വിചാരിക്കണ്ട. 100 കൊല്ലം 75 കൊല്ലം 50 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന് പാരമ്പര്യം പരിചയമുണ്ടെങ്കിലും പ്രമാണം പഠിച്ചിട്ടില്ലേ കാര്യമില്ല, ഓനും ചൂഷണം ചെയ്യും തീർച്ചയാണ്. അതുകൊണ്ട് പ്രമാണങ്ങൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, റബ്ബിനോട് തൗഫീഖിനായി, തൗഹീദിനായി, ഹിദായത്തിനായി ദുആ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ വിഷയാവതരണം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ ചോദ്യങ്ങൾക്കുള്ള സമയമാണ് ഇനി.
എല്ലാ സ്ഥലത്തും നമ്മൾ സൂചിപ്പിക്കാതെ പോലെ കൃത്യമായ വിഷയങ്ങൾ പഠിക്കാൻ ഉപകാരപ്പെടുന്ന സംശയങ്ങളാണ് ഉന്നയിക്കപ്പെടേണ്ടത്. അല്ലാതെ വെറുതെ ചോദിച്ചു വെച്ച് വിലപ്പെട്ട സമയം കളയാൻ വേണ്ടി ആരും ചോദിക്കേണ്ടതില്ല. മറിച്ച് ഇവിഷയമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ ശേഷിപ്പുകളോ അതേപോലെ മുടിയോ പ്രവാചകനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളോ അതിന്റെ ബറക്കത്തോ അതിന്റെ ചരിത്രങ്ങളോ അതുമായി ബന്ധപ്പെട്ട ശുർക്കും ഖുറാഫാത്തും ഉലുവും എല്ലാം വരുന്ന വഴികളോ ഇങ്ങനെ ഇവിഷയമായി ബന്ധപ്പെട്ട് പഠനാർഹമായ അതും ചോദിക്കുന്നവന് മാത്രമല്ല ഈ കൂടെ മൊത്തം ആളുകൾക്കും ഉപകാരപ്പെടുമാറുള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആരെങ്കിലുമൊക്കെയായി അത് വിശദീകരണം നൽകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ജനസാഗരത്തിന് മുമ്പിൽ സമർപ്പിച്ച ഫൈസൽ മുസ്ലിയാർക്ക് സംഘാടകരുടെ കൃതജ്ഞത അറിയിക്കുന്നു. ചോദ്യം ചോദിക്കുന്നവർ ഈ കസേരയിലേക്ക് വന്നിരിക്കേണ്ടതാണ്. പേര് പറയൂ. ഷാനിഫ്. അസ്സലാമു അലൈക്കും. ഈ മുടിയുമായി ബന്ധപ്പെട്ടിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ജാലിയൻവാല എന്ന് പറയുന്നത്. ആരാണ് ഈ ജാലിയൻവാല? ഈ ജാലിയൻവാലയും ഈ മുടിയുമായി എന്താണ് ബന്ധം? ഏകദേശം ഈ വിവാദം വന്ന ആ കാലം മുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ജാലിയൻവാല. ബോംബെയിൽ ചോർ ബസാർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ചോറാണ് യഥാർത്ഥ ഇഖ്ബാൽ ജാലിയ വാല എന്ന് അറിയപ്പെടുന്ന ഒരാള്. അയാളിൽ നിന്നാണ് ഇവിടുത്തെ ഈ ചോറ് അവിടെ പോയിട്ട് മുടി വാങ്ങിയത്. അതാണ് ശരിക്ക് ജാലിയവാല. ഈ ജാലിയവാല കൈവശം കുറച്ച് കാലമായി മുടി ശേഖരം ആരംഭിച്ചിട്ട് കുറച്ചൊന്നുമില്ല. ഇയാളടുത്ത് മുടി മാത്രമല്ല ശേഷിപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാം മൂപ്പിലെടുത്തുണ്ട്. ഏകദേശം റസൂലുള്ളാഹിന്റെ തറവാട് ഒന്നാകെ ഇയാള് കോണ്ടാക്ട് എടുത്തുന്ന തോന്നുന്നത്. ആ കോലത്തിൽ നബിയുടെ ശേഷിപ്പുകള് പലതും ഇയാളുടെ കൈവശമുണ്ട്. ഇയാളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ കാന്തപുരം മുസ്ലിയാർ ഒന്നാമത്തെ മുടി കൊണ്ടുവന്നത്. പക്ഷെ അന്ന് ഇയാൾ ശ്രദ്ധിച്ചേ കൈകാര്യം ചെയ്തുള്ളൂ. കാരണം ഇത് പൊളിയോന്ന് മൂപ്പർക്ക് ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലാണ്ട് പറയാൻ ധൈര്യം വന്നിട്ടില്ല. പിന്നീട് ഇയാൾക്ക് തോന്നി ഇത് ഒന്നുകൂടെ ആൾക്ക് വിശ്വസനീയമായ രൂപത്തിൽ ഇത് അവതരിപ്പിക്കണം. അതിൽ ഇയാൾ കണ്ടെത്തിയ വഴിയായിരുന്നു ജാലിയൻവാലയിൽ നിന്ന് ഒരു മുടി അബുദാബിക്ക് ആദ്യം കയറ്റി. അബുദാബിയില് നബിയുടെ ശേഷിപ്പുകൾ സൂക്ഷിക്കുന്നുവെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അയാളെ കാന്തപുരം ബന്ധപ്പെട്ട് ജാലിയൻവാലയെ പരിചയപ്പെടുത്തി ഇയാളെയും കൂട്ടി ബോംബെയിൽ ചെന്ന് ജാലിയൻവാലയിൽ നിന്ന് മുടി വാങ്ങി അയാൾ കൊടുത്തയച്ചു. കുറച്ചു കാലം മുടി അവിടെ സൂക്ഷിച്ചു. പിന്നീട് അവിടുന്ന് ഒരു മുടി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അപ്പൊ മുടിന്റെ സനത്ത് നിന്ന് ജാലിയൻവാലയാണ് പോയി. പകരം ഈ അബുദാബിക്കാരനായി മാറി. അബുദാബിക്കാരന്റെ സനതാണ് പിന്നെ കിട്ടിയത്. പിന്നെ മൂപ്പര വാപ്പ വല്ലിപ്പാനായിട്ട് സനത് അങ്ങനാണ്ട് നബിയിലേക്കാണ്ട് മുട്ടിക്കും ചെയ്തു. അപ്പൊ അവിടുന്ന് ജാലിയൻവാലയെ സൈഡാക്കിയിട്ട് ഒരു പുതിയ സനത് ഉണ്ടാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു. പക്ഷെ അത് ഈ കേസ് ഉന്നയാള് പിടികൂടി. ഓല് തെരഞ്ഞു പിടിച്ച് മണത്തറിഞ്ഞ് അവരും പോയി ബോംബെയിൽ. ബോംബെ ചെന്ന് ഇയാളെ കണ്ടുപിടിച്ചു. ചോർ ബസാറിൽ ചെന്നു. ഇയാളെ ബിൽഡിംഗ് കണ്ടെത്തി, റൂം നമ്പർ കണ്ടെത്തി. അവിടെ ചെന്ന് സംഗതിയൊക്കെ പറഞ്ഞ് ഇയാളെ ചെന്ന് ഒരു മുടി ഓലും വാങ്ങി. അങ്ങനെ ആ മുടിയുമായി ഒരുവിടെ ഇറങ്ങിയപ്പോ മറ്റൊരു പ്രശ്നം. അപ്പൊ അന്ന് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു ഇവരവിടെ ചെന്നു, അയാളെ കണ്ടു. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾക്കിതാ ഒരു ദാറുൽ ഹുദ എന്ന സ്ഥാപനമുണ്ട്, അവിടെ ഈ മുടി പ്രദർശിപ്പിക്കും, അവിടുത്തെ കുട്ടികൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അയാളെ ഒരു വഞ്ചിച്ചപ്പോൾ എനിക്ക് മുടി തന്ന ആൾ ഇവർക്കും കൊടുത്തു. അപ്പൊ എന്ത് മനസ്സിലായി? രണ്ടുകൂട്ടരും കൊടുത്തത് ഒരാളാണ്. അപ്പൊ അബൂദാബിയും ഖസ്റജൊന്നും അല്ല, ഇയാൾക്ക് കൊടുത്തതും അവർക്ക് കൊടുത്തതും ഒരാൾ തന്നെയാണ് എന്ന് മനസ്സിലായി. പക്ഷേ ഇത് പിടികൂടപ്പെട്ടപ്പോ കാന്തപുരം മുസ്ലിയാർ ജാലിയൻവാലയെ പറ്റി പറഞ്ഞെന്താ? ആയിരിക്കും ഇപ്പൊ കേട്ടു. ജാലിയൻവാലയെ പറ്റി ഇയാള് പറഞ്ഞ ആ പരാമർശം ഉസ്താദിനെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഉസ്താദെ ജാലിയൻവാല നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ജാലിയൻവാല എന്ന വ്യക്തി, അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു ജാലിയൻവാല ജീവിച്ചിരിക്കുന്നോ മരിച്ചിരിക്കുന്നോ എന്ന് ഞാൻ അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് 5 ലക്ഷം ഉറുപ്പിക പോട്ടെ, 5 വേണ്ട, 1 ലക്ഷം ഉറുപ്പിക ഒരു മനുഷ്യൻ വെറുതെ തന്നു. ആ മനുഷ്യനുമായിട്ട് വർഷത്തിൽ ഒരു ദിവസം ഒരു ബന്ധങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമോ?
അതേ സമയത്ത് എല്ലാ സമ്പത്തിനേക്കാളും, എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും, എല്ലാ ഭാര്യമാരെക്കാളും, സന്താനങ്ങളെക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാർ മുബാറക്കാണ് ജാലിയവാല കൊടുത്തതെന്ന വിശ്വാസം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് ഇല്ല എന്ന് ഇൻഷാ അല്ലാഹ് അക്കമിട്ടുകൊണ്ട് ഞാനിവിടെ സമർത്ഥിക്കും. കാരണം എന്താണ്? കാരണം ജാലിയവാല എന്ന് പറയുന്ന വ്യക്തി മർക്കസിൽ മുടി കൊടുത്തയച്ചതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, ഏകദേശം 8 വർഷത്തോളം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് അമേരിക്ക അടക്കമുള്ള, അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളടക്കം, അതുപോലെ തന്നെ മൊറോക്കോ അടക്കം, അതുപോലെ തന്നെ UAE അടക്കം, ഗൾഫ് രാജ്യങ്ങളടക്കം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഉസ്താദ് സന്ദർശനം നടത്തി. കേരളത്തിൽ നിന്ന് കേവലം 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ബോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന ജാലിയവാലെ ഞാൻ വ്യക്തമായി അന്വേഷിച്ചു. ഈ പറയുന്ന ആദ്യത്തെ 8 വർഷത്തോളം ബോംബെയിൽ പോയി ജാലിയവാലയെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ മർക്കസിൽ 1,00,000 റിയാല് അല്ലെങ്കിൽ ഒരു 5 ലക്ഷം റിയാല് ഒരു അറബി ഹദിയ കൊടുത്താൽ, സംഭാവന കൊടുത്താൽ, അടുത്ത സമ്മേളനത്തിൽ ആ അതിഥി അവിടെ മുഖ്യാതിഥിയായി നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാറില്ലേ സുഹൃത്തുക്കളെ? അതേ സമയത്ത് ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ഷാർ മുബാറക്ക് കൊടുത്തു എന്ന് പറയുന്ന ജാലിയവാല എന്ന് പറയുന്ന വ്യക്തി 8 വർഷം മർക്കസുമായി യാതൊരു ബന്ധവും ഉണ്ടായില്ല. അദ്ദേഹത്തെ മർക്കസിൽ വിളിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ പോയി കാണാൻ, അങ്ങോട്ട് പോയി കാണാൻ തയ്യാറായില്ല. സത്യം പറഞ്ഞാൽ ഈയുള്ള വിഷയങ്ങളൊക്കെ വളരെയധികം ഈ വിനീതനായ എന്നെ ചിന്തിപ്പിച്ചു. കാരണം ഇങ്ങനൊക്കെ സംഭവിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാർ മുബാറക്ക് കൊടുത്തൊരു വ്യക്തി അദ്ദേഹം ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്ന് ഞാൻ അറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു. അപ്പൊ കണ്ടോ, ജാലിയവാല എന്ന ആളെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് കാന്തപുരം പറഞ്ഞു. ആരോട്? ഈ മുഖം ഇവിടെ AP സുന്നി ആൾ കാണുന്നുണ്ടെങ്കിൽ ഓർക്ക് നല്ല പരിചയമുള്ള മുഖം. മുഴുവൻ AP സുന്നികൾക്കും സാക്ഷാൽ AP മുതൽ ഇങ്ങോട്ട് ഏതെല്ലാം APക്കാരുണ്ടോ അവർക്ക് എല്ലാവർക്കും പരിചയമുള്ള മുഖായത് മാഹിക്കാനായ ജിഷാൻ. മാഹിക്കാനായ ജിഷാൻ APന്റെ വലങ്കയായിരുന്നു. APക്ക് വേണ്ടി എല്ലാ കുറ്റത്തിരിപ്പിലും കൂട്ടുന്ന മനുഷ്യനായാണ്. മുജാഹിദ് പണ്ഡിതന്മാരെയും സുന്നി പണ്ഡിതന്മാരെയും മുഴുവനും ഫോൺ ചെയ്ത് ക്ലിപ്പുണ്ടാക്കിയ മനുഷ്യനാണ്. പക്ഷേ മുടി വിഷയം വന്ന് അതിങ്ങനെ തീപിടിക്കാൻ നോക്കിയപ്പോ ജിസാനത്തിന് സംശയങ്ങൾ. അപ്പൊ ഒന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയില്ല. ആ അന്വേഷണത്തിന്റെ കൂട്ടത്തില് APയോട് ചോദിച്ചല്ല ഉസ്താദേ, ജാലിയവാലയെ പറ്റി എന്താ സംഗതി? അപ്പളാ മൂപ്പറിന്റെ അങ്ങനത്തെ ആളുണ്ടോന്ന് എനിക്കറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോന്ന് എനിക്കറിയാം. ഏത് 3 മുടി കൊടുത്ത റസൂലുള്ളാഹിന്റെ മുടി 3 കൊടുത്താല് ആ കൊടുത്ത ആളെ മറക്കാൻ പറ്റുമോ? എന്നിട്ട് അങ്ങനത്തെ ആളെ പറ്റി ഒരു വിവരം മൂപ്പർക്കില്ല. മർക്കസ് ഇക്കാലം വരെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ആയപ്പോഴാ ജിസാൻ തോന്നി, എന്നാ പിന്നെ ജാലിയൻവാലിനെ കണ്ടുപിടിക്കണല്ലോ എന്നാ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണ്ടേ. അങ്ങനെ ഈ പറഞ്ഞ ജിസാന് ഓൻ ജാലിയൻവാലെ തേടിപ്പോയി നാം പറഞ്ഞത്. ബോംബെക്ക് ചെന്നു, ആളെ കണ്ടു. കണ്ടപ്പോഴേ സംഗതി കുശാൽ ഓൻ തന്നെ പറഞ്ഞോട്ടെ ബാക്കി സംഭവം. ഞാൻ ഉസ്താദേ, ഈ ബോംബെ എന്ന് പറയുന്ന നഗരത്തിൽ അവിടെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുപിടിക്കുക, അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ ബോംബെയിൽ സാധാരണ ഈ പച്ചത്തലപ്പാവ് ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ AP സുന്നികൾ എന്ന് പറയുന്നത് പോലെ പറയും തീവ്ര സുന്നികൾ. അവിടെ ഈ പച്ചത്തലപ്പാവ് ധരിച്ചിരിക്കുന്ന ആളുകളുടെ അടുക്കലൊക്കെ പോയിട്ട് നമ്മൾ ചോദിച്ചു, ഈ ജാലിയവാല കിവർ ഹേപ്പ മാലിന്റെ ഒരു മഹ്ലൂക്കിനും ഈ ജാലിയവാലയെ അറിയില്ല. കോനെ ജാലിയവാല, ആരാണ് ജാലിയവാല, ഒരാൾക്കും അറിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞ സുഹൃത്ത് ഏകദേശം 2 മണിക്കൂറോളം ബോംബെയിലുള്ള ഓരോ ഗല്ലിയിൽ നിന്നും ഒരു ട്രെയിനിലിറങ്ങും, ആ സ്റ്റേഷന്റെ പരിസരത്ത് അന്വേഷിക്കും, അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് കയറും. ഇങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം ഈ വിഷയ സംബന്ധമായി അലഞ്ഞു തിരിയുന്ന സമയത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ സഹായം അവിടെ എത്തിയാൽ. കാരണം ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ സ്തംഭിതരായി പോയി. കാരണം നമ്മളിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകും. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമയം 10:35 കഴിഞ്ഞിരിക്കുകയാണ്. 10:45 അടുക്കുന്ന രാത്രി സമയം, ഇന്ത്യൻ സമയം. അങ്ങനെ അദ്ദേഹം ബോംബെയിൽ നടക്കുന്ന സമയത്ത് 2 പർദ്ദ ധരിച്ച സ്ത്രീകൾ അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് ബഷീർ ബാക്കവി അവരോട് ചോദിച്ചു, ജാലിയവാല എന്ന ആളെ അറിയുമോ? അവർ പറഞ്ഞു, ഈ ബിൽഡിങ്ങിന്റെ നേരെ മേലെയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരഡ്രസ്സും അവരെ സംബന്ധിച്ച് ഈ ജാലിയവാലയെ സംബന്ധിച്ച് നമുക്കില്ല. അങ്ങനെ ജാലിയവാലയെ ഈ ഫ്ലാറ്റ് കണ്ടപ്പോൾ തന്നെ എന്താ പറയേണ്ടത്, മറ്റേ ഇവിടെ ഈ
ഇടുക്കിയിലുള്ള കൂട്ടുപോലുള്ള പാലം മാതിരിയാണ്. ഒരാൾ ഇനി അങ്ങോട്ട് കയറുമ്പോൾ മറ്റേ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അത്രയും പുതുസായ ഒരു ഏണി അതിലൂടെ കയറിയിട്ട് വേണം ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നിലയിലെത്താൻ. അങ്ങനെ മൂന്നാമത്തെ നിലയിൽ ഈ സാധുവായ ഞാനും അബ്ദുൽ നസീർ അൽമൂരി ഈ പറയുന്ന അൽമൂരിയും ബഷീർ വാക്കവിയും കൂടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മണിമാളികയാകുന്ന കൊട്ടാരമാകുന്ന അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലെത്തി. അതെ, അപ്പൊ അങ്ങനെയാണ് ജിഷാൻ തെരഞ്ഞു പോയത്. ജാലിയ വാല തെരഞ്ഞു പോയി. അങ്ങനെ ഫ്ലാറ്റ് കണ്ടുപിടിച്ചു. ഫ്ലാറ്റിൽ ചെന്ന് നോക്കുമ്പോഴോ ഇയാളെ കിടക്കുന്ന കട്ടിലിന്റെ ചോട്ട് വരെ മുടിയില്ല. കിടക്കുന്ന കട്ടിലിന്റെ ചോട്ടിൽ വരെ കെട്ടുകണക്കിന് മുടി, ഒന്നാകെ മുടിയില്ല. അത് നിങ്ങൾ കേട്ടോളി. എന്നിട്ട് ഞാൻ ജിഷാനെ പറ്റിയുള്ള സർട്ടിഫിക്കറ്റ് പിന്നെ കാണിച്ചു തരാം. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ജാലിയവാലയുമായി നമ്മൾ മണിക്കൂറുകൾ പങ്കിട്ടു. അതിനിടയിൽ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലുഹു ചില മുടിക്കെട്ടുകൾ അദ്ദേഹത്തിന്റെ കട്ടിലയുടെ അടിയിൽ. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഇന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉള്ളവങ്ങളെയും ബഹുമാനപ്പെട്ട കാന്തപുരസ്താവെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഷീർ വാക്കവി എന്ന വ്യക്തി ഇന്നും ബോംബെയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ബോംബെയിൽ കലീന എന്ന് പറയുന്ന സ്ഥലത്ത് സാന്താക്രൂസ് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ജുമുഅത്ത് പള്ളിയിൽ മലയാളികൾ മാത്രം തിങ്ങിക്കൂടുന്ന ഒരു ഏരിയയിൽ അദ്ദേഹം ഏകദേശം 10-ലധികം വർഷം തർക്കമില്ലാത്ത വിധം ഒരാൾക്കും വെറുപ്പ് സമ്പാദിക്കാതെ നല്ല നിലയ്ക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ മുറുക്കി പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആ ആശയങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്നും അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ്. വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അംശം കളവുണ്ടോ എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ജാഹിയവാല അദ്ദേഹം ചില മുടികൾ കട്ടിലിയുടെ അടിയിൽ, ചില മുടികൾ ഒരു അലമാര തുറന്നുകൊണ്ട് അദ്ദേഹം ഒരു പ്ലേറ്റ് ഈ മുടിയെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് അദ്ദേഹം ഒന്നും തരുന്നില്ല. അപ്പൊ അബ്ദുൽ നസീർ വന്ന് നിഷാനൊന്ന് കൈവച്ച് നോക്കി, അതിന് മേലുണ്ടോ ഇല്ല നമുക്ക് ഇപ്പൊ ഇന്ന് നോക്കാലോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൈവിട്ട് തരാനൊന്നും തയ്യാറില്ല. അപ്പൊ കണ്ടോ, അതാണ് മൂപ്പത്തുള്ള മുടി. മൂപ്പക്ക് ഹോൾസെയിലാ, മൂപ്പന് മുടിന്റെ ഹോൾസെയിലാ. എന്നിട്ട് കിടക്കുന്ന കട്ടില് ചോട്ട് കുറെ മുടിക്കെട്ട്, ഷെൽഫിൽ കുറെ മുടിക്കെട്ട്. അപ്പോൾ ഓനായിരിക്കും എന്താ ഒന്ന് കൈ വെച്ച് നോക്കി നൈലുണ്ടോ നോക്കാലോ. ഓന അപ്പോഴും അതാ വിശ്വാസം, നൈലുണ്ടോ ഇല്ല ടെസ്റ്റ് ചെയ്യാൻ പോകുക. അപ്പോഴും ഈ കോലത്ത് കണ്ടിട്ടു, ഈ കോലത്തിൽ മുടിക്കെട്ട് കണ്ടിട്ടും നൈലുണ്ടോ ഇല്ല ടെസ്റ്റ് ചെയ്യാന്ന് മൂന്നൊക്കെ ഒന്ന് കൊടുത്ത് തിരിച്ചു പോരാന്നല്ലാതെ. അപ്പൊ ഇതാണ് സാക്ഷാൽ സമൂഹത്തെ കൊണ്ട് നിർത്തിയ ഖുറാഫാത്തിന്റെ ആഴം. അതിനിപ്പോ ഏതൊരു മാഹിക്കാന് ഏതോ ജിഷാന് എന്ന് പറയണ്ട. ഈ ജിഷാനെ പറ്റി സാക്ഷാൽ കാന്തപുരവും അതേപോലെ പേരോടും രണ്ടാളും കൊടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതും കേട്ടോളി. ഒരു പറഞ്ഞോട്ടെ ജിഷാൻ ആരാന്നുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ യാത്രയാൻ തോന്നുന്നല്ലേ? പിന്നെ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ അതിന്? ബുദ്ധിമുട്ടില്ല. പിന്നെ ശരിക്കും സ്വകാര്യം പറയേണ്ട വിഷയമാണ്. അടുത്താരും ഉണ്ടോന്ന് ഞാൻ അറിയില്ല. സമൂഹത്തിലും രാഷ്ട്രത്തിലും സമുദായത്തിലും സേവനം ചെയ്യാൻ ചോദിച്ചു നൽകണം റഹ്മാനെ. എല്ലാവർക്കും ഒന്നായിട്ട്. പിന്നെ ഇനി ഏതാണ്ട് നമുക്ക് 2000 കല്ല് വേണം. ഒരു കല്ലിന് എത്ര? ജിഷാൻ മായി സുന്നി ഗ്ലോബൽ ബോയ്സ് റൂമിൽ 5 ചാക്ക് സിമെന്റ് ഖത്തറിൽ ജിഷാൻ മായി നല്ല ഒരാളാ. എന്റെ പ്രസംഗങ്ങളിൽ കേട്ട് കാണാതെ വെച്ചിട്ട് എല്ലാം മുജാഹിദിനോട് തർക്കിക്കും. എല്ലാ ജമാഅത്തും തന്നെ നൽകിയത് സാധാരണക്കാരനാണ്. പക്ഷേ പറഞ്ഞാൽ ആർക്കെത്തില്ല. കാരണം കേട്ട് പഠിച്ചത് അള്ളാഹു ബർക്കത്തിയിട്ട് അദ്ദേഹത്തിനും അള്ളാഹു താര അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ അള്ളാഹു തന്നെ ബർക്കത്തിയിട്ട്. കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു സംശയം നമുക്ക്. നല്ല ഭാര്യയാണ് വരുന്നത്. അപ്പൊ കണ്ടോ, എല്ലാവർക്കും സുപ്രസിദ്ധനാ. ജിഷാന്റെ ഭാഗം 5 ചാക്ക് സിമന്റ് വന്നപ്പോഴേക്കും മൂപ്പർക്ക് ജിഷാനെ പരിചയമുണ്ട്. എപിക്ക് ഫോൺ ചെയ്തിട്ട് ആരാന്ന് കൂടി പറയേണ്ട ആവശ്യമില്ല. ഫോൺ ചെയ്തിട്ട് ആരാന്ന് പറഞ്ഞ അതോ ഉസ്താദല്ലേ ചോദിക്കുമ്പോഴേക്ക് ഉസ്താദിനെല്ലാം അറിയാം. ജിഷാൻ അത്രയും അടുപ്പാ. ഇങ്ങനെ കാന്തപുരവുമായും പേരോടുമായും അടുത്ത് ബന്ധം സ്ഥാപിച്ച് കൂടെ നടന്ന് എല്ലാ മുജാഹിദീങ്ങളെയും വിളിച്ച് ക്ലിപ്പുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചിരുന്ന ആളാ ഈ ജിഷാൻ മാഹി. ഓനാണ് അവസാനം ഈ വിളിക്കണ ഫോണും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് മൂപ്പക്കറിയില്ലല്ലോ. ഇതിനൊക്കെ വിളിക്കുമ്പോ അതും റെക്കോർഡ് ചെയ്യാം. കാരണം ഓൻ അതിന് അസുഖമാണ് എല്ലാം റെക്കോർഡ് ചെയ്യാന്നുള്ളത്.
എല്ലാരും വിളിക്കുക, ഏത് അട്ടപ്പാതിരാക്കും വിളിക്കും, എന്നിട്ട് അതൊക്കെ റെക്കോർഡ് ചെയ്യാ, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കഷ്ടം കിട്ടിയാൽ ഉപയോഗിക്കാലോ എന്നാണ് ഓൻ വിചാരിക്കുന്നത്. അപ്പൊ ആ ജിഷാനാണ് ഇപ്പോ വെളിപ്പെടുത്തലുമായി വന്നത്. കാന്തർ ഉസ്താദിനും വിശ്വാസമില്ല, പേരോടിനും വിശ്വാസമില്ല, പൊന്മളക്കും വിശ്വാസമില്ല, ആർക്കും വിശ്വാസമില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കാൻ ആ ജിഷാന രംഗത്തിറങ്ങിയത്. ഓം ബോംബെ വരെ പോയി ജാലിയൻവാലയെ കണ്ടു. കണ്ട രംഗ നമ്മൾ നേരത്തെ കേട്ടത്. അഥവാ കട്ടില് ചോട്ടിലെ മുടി, ഷെൽഫിലൊക്കെ മുടി, ഇങ്ങനെ കംപ്ലീറ്റ് റസൂലുള്ളാഹിന്റെ തലയിൽ ഇത്ര അധികം മുടി ഉണ്ടാവും. അല്ലാഹു അഅലം. ഒന്നാകെ ബോംബെ തന്നെ കെട്ടുണ്ടെങ്കിൽ ലോകത്ത് അങ്ങനെ എത്ര സ്ഥലത്തുണ്ടാവും. അതേപോലെ വെല്ലൂരിൽ മുടിയുണ്ട്, ലത്തീഫിയിൽ മുടിയുണ്ട്, പണ്ട് നമ്മളെ കാശ്മീരിലുണ്ടായിരുന്നു, ഇങ്ങനെ പല സ്ഥലത്ത് തുർക്കിയിലുണ്ട് പറയുന്നു, ഇങ്ങനെ പല സ്ഥലത്തും. ഇതെല്ലാം കൂടി റസൂലിന്റെ ആകണമെങ്കിൽ സംഗതി എന്തായിരുന്നാലും കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പൊ ഈ രൂപത്തിലാണ് ഈ തട്ടിപ്പുകൾ ഇവര് പ്ലാൻ ചെയ്തത്. മാത്രമല്ല, എന്തിനേറെ ഈ ചങ്ങായിക്ക് നിസ്കാരം വരെ ഇല്ലാന്ന, പിന്നെ ബോംബെയിലാണല്ലോ, ഇയാൾക്ക് നിസ്കാരം വരെ ഇല്ലാന്ന ചെന്ന് നോക്കുമ്പോ ഇയാളെ മഹത്വം അതാണ്. അതും കൂടി ജിഷാൻ പറഞ്ഞോട്ടെ. ഇദ്ദേഹം പിന്നെ എന്നോട് ഈ വിഷയം സംബന്ധിച്ച് ആദ്യ നോട്ട് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖം നല്ല പൂർണ്ണചന്ദ്രൻ തിളങ്ങുന്ന പോലെ അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചെയ്യാം, കാരണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കയ്യും കെട്ടിയിട്ട് നിങ്ങളെ കയ്യിലുള്ള മുടിയെന്ന് വെച്ചാൽ ഒരു കള്ളം ഇന്നേവരെ സത്യം തുറന്നു പറയില്ല. അപ്പൊ ചില അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില തന്ത്രങ്ങൾ ഞാൻ അവിടെ പ്രയോഗിച്ചു. അൽഹംദുലില്ലാ, അത് അല്ലാഹു വിജയിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള ആ ഒരു ദൗത്യം, മഹത്തായ ആ ഒരു ദൗത്യം, അതിന്റെ ആദ്യപടിയായിരുന്നു ബോംബെയിലേക്കുള്ള യാത്ര എന്നുള്ളത് ഞാൻ ഇന്നും സ്മരിക്കുകയാണ്. അപ്പോ അവിടെ പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം ബാബ, നിങ്ങൾ ഈ ഇവിടെ നടത്തുന്ന പരിപാടികൾ, അദ്ദേഹം പറഞ്ഞു മാസത്തിൽ 2 ദിവസം, നമ്മുടെ നാട്ടിലൊക്കെ തിങ്കളാഴ്ച രാവിലെ രാത്രി എന്നൊക്കെ പറയുന്നത് വരെ മാസത്തിൽ 2 ദിവസം അദ്ദേഹത്തിന്റെ എന്തോ കലാപരിപാടികളുണ്ട്. എന്ത് പരിപാടിയാണ് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അതിന്റെ ചെലവ് ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, അരി ഒരാൾ ഓൾറെഡി തരുന്നുണ്ട്, കോഴിയുടെ പൈസ വേണമെങ്കിൽ നിങ്ങൾ തന്നോ. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര വരും? ഏകദേശം 5500 6000ന്റെ അടുക്കൽ രൂപ വരും ഒരു മാസത്തിലേക്ക് 2 ദിവസത്തെ പരിപാടി. അപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 6000 റുപ്യ എനിക്ക് തരുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, 6000 റുപ്യ എല്ലാ സുഹൃത്തുക്കൾ ഈ ഭാഗം വളരെ വ്യക്തതയോടുകൂടി കേൾക്കണം. കാരണം ഇതാണ് അടിത്തറ, ഇതിന്റെ ഫൗണ്ടേഷനും ഈ കള്ളത്തരത്തിന്റെ എല്ലാ ബോക്കും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കണം. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കാരണം ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ ഈ പൈസ ഇടാണോ? അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാന്നോ. अभी बाबा साहब ये काम फिर आपको बेटा का बैंक में डालेगा, इमरान साहब का अकाउंट में डालेगा, इमरान അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, കാരണം ഇമ്രാന് പൈസ ഇട്ട് കൊടുത്താലേ അവൻ എനിക്ക് പൈസ തരില്ല. അപ്പോ ബാപ്പയും മകനും തമ്മിലുള്ള ദൃഢബന്ധവും അവിടെ മനസ്സിലാക്കി. ഇമ്രാന് പൈസ കൊടുത്താൽ ഇയാൾക്ക് കിട്ടില്ല, അപ്പോ ഇമ്രാന് കൊടുക്കരുത്, അതുകൊണ്ട് പൈസ എനിക്ക് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വെസ്റ്റേൺ യൂണിയൻ മണിയുണ്ട്, ഞാൻ എക്സ്ചേഞ്ചിലേക്ക് മണി അയക്കാം, നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കോട്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലാണ്. അപ്പൊ എല്ലാ മാസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞാല് ഒരു മാസത്തിലൊരു മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 4 ദിവസക്കാരത്തിനെങ്കിലും പോകണ്ട ഏറ്റവും ചുരുക്കത്. അപ്പൊ ഇയാളെ പറഞ്ഞു, എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. അപ്പൊ ഓരോ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഇത് ഞാൻ വെറുതെ പറയല്ല, ഇത് അവിടെ പോയ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിഷയമാണ്. ഇവിടെ ജാലിയൻവാലയെ കുത്തുബും വലിയും ഷേഖും ഒക്കെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കണ്ണു തുറക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് മാത്രം പറയാനുള്ളത്. അതെ, അപ്പൊ കണ്ടോ, ഇതാണ് ജാലിയൻവാല. അയാൾക്ക് പറ്റിയ സ്ഥല ചോറ് ബസാർ. അവിടെ നിന്നാണ് ഇയാളെ ഈ മുടിന്റെ ഹോൾസെയിൽ കച്ചവടം. അവിടെ നിന്നാണ് ഈ ചങ്ങാതി മുടിയുമായി വന്നത്. അതിന്റെ പേരില സമൂഹത്തെ മുടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് ഗൗരവമാണ്. നമ്മൾ തൽക്കാലം ഒരു രസത്തിന് വേണ്ടി കേൾക്കേണ്ടതല്ല, പക്ഷേ സമൂഹത്തെ അതിന്റെ മറവിലാണ് ഈ ചൂഷണമൊക്കെ. നാട് മുഴുവൻ തിരുശേഷിപ്പ് ഉത്തമ കേന്ദ്രമെന്ന് ബോർഡും വെച്ച് പള്ളി ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ചെടുത്ത് ഈ സമുദായത്തെ ചൂഷണം ചെയ്തത് ഈ ബോംബെക്കാരന്റെ മുടിയുടെ മറവിലാണ് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയുക. അടുത്ത ആള്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സഫ്വാൻ ഇരിക്കൂ. കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിക്ക് സനതുണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു.
അതുപോലെ നിങ്ങൾ ആസാറുകളെ നിഷേധിക്കുന്നില്ല എന്ന് മനസ്സിലായി. പിന്നെന്താണ് പ്രശ്നം? ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. കാന്തപുരത്തിൻ്റെ കയ്യിലുള്ള മുടിക്ക് സനദില്ലേ? ആസാറുകളെ നിങ്ങൾ നിഷേധിക്കുന്നില്ലല്ലോ, അപ്പോൾ കാന്തപുരത്തിൻ്റെ മുടി നിങ്ങൾക്ക് കൊടുത്തൂടേന്നാണ്. അത് കാന്തപുരത്തിൻ്റെ പോലും മുടിയല്ല എന്നുള്ളതാ പ്രശ്നം. അത് ജാലിയം വാലക്ക് തന്നെ അറിയില്ല അയാൾ എവിടുന്ന് കൊണ്ടെന്നാണ്. ആജാതി മുടിയാണ്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സങ്കടം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളൊക്കെ അത് പറയുമ്പോൾ സ്വതസിദ്ധമായ ശൈലിയിൽ ഫൈസൽ മൗലവി സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും ജിഷാൻ മാഹി എന്ന കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാനുള്ള ആയുധമുണ്ടാക്കി കൊടുക്കുന്ന, ക്ലിപ്പ് മുറിച്ചുണ്ടാക്കി കൊടുക്കുന്ന ആളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലും സഹോദരങ്ങളെ, 10,000-കണക്കിന് ആളുകൾ ഈ മുടിയെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്, ഈ മുടിയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് ഇത് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുനിന്ന് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ താവഴിക്ക് ഇങ്ങനെ കൈമാറിപ്പോന്ന മുടിയാണ് എന്നാണ്. ആ നിലക്കാണ് കാന്തപുരം അത് അവതരിപ്പിച്ചത്, ആ നിലക്കാണ് കാന്തപുരം അത് വിശദീകരിച്ചത്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൃത്യമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ശക്തമായ മുന്നേറ്റത്തിന്റെ മുന്നിൽ കാന്തപുരവും കാന്തപുരത്തിന്റെ സനതും പൊളിഞ്ഞതാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് പരമ്പരയല്ല, ഇത് പനങ്കൊലയാണെന്ന് മുസ്ലിം സമുദായത്തിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. വളരെ കൃത്യമായി പറഞ്ഞാൽ കാന്തപുരം എന്ന കേരളത്തിലെ മത വിപണിയിലെ ഏറ്റവും സമർത്ഥനായ ബിസിനസ്മാൻ, ഞാൻ പറയുന്നത് വളരെ ഉത്തരവാദിത്വപൂർവ്വമാണ്, ഞാൻ പറയുന്നത് കൃത്യമായി സ്ഥാപിക്കാൻ